സമസ്തയുടെ ഏറ്റവും വലിയ നേതാവാണ് കണ്ണിയത്ത്. ആ കണ്ണിയത്തിനോട് ചോദ്യം, എന്താ ചോദ്യം എന്നറിയാം? ഖുർആൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ബഹുമാനരേ, കണ്ണിയത്ത് ഉസ്താദേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖുർആൻ പരിഭാഷ ചെയ്യാൻ പറ്റുമോ? എന്താ കണ്ണിയത്ത് പറഞ്ഞു? പാടില്ല, ഹറാം. ഖുർആൻ പരിഭാഷ ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞെന്താ? സ്വർഗം കിട്ടുന്ന കാര്യം എന്നാ? ഖുർആൻ പരിഭാഷ ചെയ്താൽ കുറ്റം കിട്ടുന്നു, നരകത്ത് പോകുന്നു. ഇത് സമസ്ത പറഞ്ഞു. ഇപ്പോഴോ തിരുത്തിയില്ലേ? തിരുത്തി. ഇപ്പൊ ഖുർആൻ പരിഭാഷകൾ കൊണ്ട് പ്രളയമാണ്. മാത്രമല്ല, ഈ ഹസൻ മുസ്ലിയാർ തഹദീറുൽ ഇഖ്വാമിൻ തർജമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഗ്രന്ഥമേദിയിലെ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവർക്കൊരു താക്കീത്, മുന്നറിയിപ്പ്. അവസാനം ഖുർആൻ പരിഭാഷ എഴുതി ആര്? ഒരു മുസ്ലിയാര്. ആ മുസ്ലിയാർ എഴുതിയപ്പോ അയാളെ പുറത്താക്കി. ഖുർആൻ പരിഭാഷ എഴുതിയ വകയിൽ അബദ്ധചര്യവും തോന്നിവാസവുമായതിനാൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ട്. സമസ്ത സെക്രട്ടറി പറഞ്ഞു. ഖുർആൻ പരിഭാഷ ഹറാമാണ്. ആ ഹറാമ് ചെയ്ത കൂറ്റനാട് മുസ്ലിയാർ കാഫിറാണ്. ഈ ഒരു കാലഘട്ടം സമസ്തക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് മുജാഹിദുകൾ പറഞ്ഞു പാടില്ല, ഖുർആൻ പരിഭാഷ ആളുകൾ പഠിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഖുർആൻ ക്ലാസുകൾ നടക്കട്ടെ. അപ്പൊ എന്താ സമസ്ത പറഞ്ഞത്? ഖുർആൻ ക്ലാസ് പാടില്ല, അത് ഖുർആൻ ക്ലാസ്സിലാക്കലാകുന്നു, ഖുർആൻ ക്ലാസ്സിലാക്കാൻ പറ്റൂല. ഇപ്പൊ തിരുത്തിയില്ലേ? അൽഹംദുലില്ലാഹ് തിരുത്തി. ഇനിയോ മാത്രമല്ല, കൃത്യമായിക്കൊണ്ട് ആദ്യം പറഞ്ഞെന്താ അറിയോ? ഖുതുബ പരിഭാഷ ഇപ്പൊ ഹറാമാണ്. എന്നാൽ ഖുതുബ പരിഭാഷ എന്നാണ് സമസ്തക്ക് ഹറാമായത്? ഖുതുബ പരിഭാഷ ഹറാമായത് 1947 മാർച്ച് 5. 1947 മാർച്ച് 5 മുമ്പ് കേരളത്തിൽ ഖുതുബ പരിഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മാർച്ച് 5 ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് വന്നില്ല. ഞങ്ങൾ മുജാഹിദീങ്ങൾ പറഞ്ഞു, ഖുതുബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്ന കലാമുന്നാസാണ്, നിസ്കാരം പോലെയല്ല. നിസ്കാരം പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ്, എന്നാൽ ഖുതുബ കിഴക്കോട്ട് തിരിയണം. നിസ്കാരത്തിൽ കലാമുന്നാസ് പാടില്ല, ഖുതുബയിൽ കലാമുന്നാസ് നിർബന്ധമാണ്. ഖുതുബ ഒരു മനുഷ്യൻ ആളുകളുടെ സംസാരമാണ്, അത് ജനങ്ങൾക്ക് ഉപദേശമാണ്. ഈ ആഴ്ചത്തെ ഖുതുബല്ല അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച ഖുതുബല്ല അടുത്ത ആഴ്ച, എന്നാൽ ഈ ആഴ്ചത്തെ നിസ്കാരം തന്നെ അടുത്ത ആഴ്ചയും 24 പിന്നെ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാൽ നിസ്കാരത്തിൽ മാറ്റല്ല. അപ്പൊ ഖുതുബ മലയാളത്തിൽ പാടില്ല. പക്ഷെ പാടില്ലെന്ന് ഇപ്പോൾ പറയുന്നു. 1947 വരെ നിങ്ങൾക്ക് പാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മെല്ലെ മെല്ലെ അങ്ങനെ ഖുതുബന്റെ മുമ്പും പ്രസംഗം തുടങ്ങി, ഖുതുബന്റെ ശേഷം പ്രസംഗം തുടങ്ങി. അപ്പൊ തർക്കം എന്താണ്? ഖുതുബയുടെ മുമ്പ് പാടുണ്ടോ ശേഷം പാടുണ്ടോ? ആയിക്കോട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിമ്പർമ തന്നെ ഖുതുബ നടത്തും. ഇപ്പൊ നിക്കാഹ് ഖുതുബ നടത്തിയല്ലോ. പണ്ടൊക്കെ മുജാഹിദീകൾ നിക്കാഹ് ഖുതുബ നടത്തുമ്പോ എന്തേരുന്നു ഇവിടെ കോലാഹലം. ഇപ്പൊ സമസ്തന്റെ AP ഉസ്താദിന്റെ ഹക്കീം ഫൈസി മലയാളത്തിൽ ഖുതുബ നടത്തുന്നു. സമസ്തന്റെ എല്ലാ പണ്ഡിതന്മാരും ഖുതുബ നടത്തുന്നു. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ മകളുടെ നിക്കാഹിന് റഹ്മത്തുള്ളാഹി ഖാസിം മലയാളത്തിൽ ഖുതുബ നടത്തുന്നു. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ മാറ്റാണ്. മുജാഹിദീങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അന്ധകാരത്തിന്റെ പടുകുടിയിൽ എത്തുമായിരുന്നു മുജാഹിദീങ്ങളതൊക്കെ. ഇതൊന്നും ഞങ്ങള് ഫഖർ പറയില്ല, ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പണ്ട് സ്ത്രീകൾക്ക് കയ്യെത്ത് പഠിക്കൽ ഹറാമായിരുന്നു. ഒരു എന്താ പറയുന്നത്? സുലൈഖത്തുനാ ഖത്തത്ത് ഖുതൂതൻ ഇലാ രബി ഫഹൽ ദാക ഇല്ലാ മിൻ ശിറാരിൽ ഖിതാബതീന. കോഴിക്കോട് ഒരു സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് രവി എന്ന് പറയുന്ന ഒരു അമുസ്ലിമിന് കത്തെഴുതി. അവസാനം കൊലപാതകമായി, പ്രേമം കൊലപാതകത്തിലെത്തി. അപ്പൊ മുസ്ലിയാക്കന്മാരെന്ന് അൽ മുഅല്ലിം മാസിക എന്ന് പറയുന്ന അധ്യാപകന്മാരുടെ മാസികയിൽ അന്ന് മുസ്ലിയാക്കന്മാരെ പാടിയത് എന്താ അറിയോ? സുലൈഖത്തുനാ ഖത്തത്ത് ഖുതൂതൻ ഇലാ രബി ഫഹൽ ദാക ഇല്ലാ മിൻ ശിറാരിൽ ഖിതാബതീന. നമ്മുടെ സുലൈഖ അതാ രവിക്ക് കത്തെഴുതിയിരിക്കുന്നു. അത് കിതാബത്ത് എഴുത്ത് പഠിച്ചതുകൊണ്ടല്ലേ കത്തെഴുതാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ പ്രേമലേഖനം എഴുതുമോ? അതുകൊണ്ട് സ്ത്രീകൾ കയ്യെത്ത് പഠിക്കൽ ഹറാം. മണ്ണാർക്കാട് വെച്ചുകൊണ്ട് ഫത്വ ഇറക്കി. ഞാൻ ചോദിക്കുന്നു, ആ ഫത്വ മണ്ണാർക്കാട് വെച്ച് നിങ്ങൾ ഇറക്കിയ കുപ്രസിദ്ധമായ ഫത്വ ഇന്ന് സമസ്തക്ക് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് വായിക്കാൻ, പരസ്യമായിക്കൊണ്ട് വായിക്കാൻ പോലും മടിണ്ടാകും. അതൊക്കെ തോട്ടുക്ക് വലിച്ചെറിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. മുജാഹിദീങ്ങളുടെ എതിർപ്പ് ഫലം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് ഹറാമായിരുന്നു. ഇപ്പോഴും ഹറാം തന്നെ. പക്ഷെ എന്താ വെച്ചാല് യാത്രക്കാരികൾക്ക് പ്രത്യേക സ്ഥലം. അതെവിടെയാണ്? പള്ളിന്റെ അടുത്ത് തന്നെ. അതാരാ നോക്കുന്നത്? പള്ളിയിലാൾ തന്നെ. ഇപ്പൊ തർക്കം എന്താ അറിയോ? യാത്രക്കാരികൾ എന്ന് വെക്കണോ അതല്ല സ്ത്രീകൾ എന്ന് മാത്രം മതിയോ എന്നാ. അതപ്പോ സമസ്തയിൽ സമസ്തയിൽ വലിയ തർക്കം എന്താ അറിയോ? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കാര സ്ഥലം എഴുതണോ? ഇനി ചില സ്ഥലങ്ങളിൽ യാത്രക്കാരികൾ ഇല്ലട്ടോ. ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ അവിടെ പള്ളിയുണ്ട്, എന്റെ അടുത്തുള്ള അവിടെ സ്ത്രീകളുടെ നിസ്കാര സ്ഥലം എന്നുള്ളൂ. അപ്പൊ ഏത് സ്ത്രീകൾക്കും വരാം. അപ്പൊ സ്ത്രീകളുടെ നിസ്കാര സ്ഥലത്ത് മാത്രം എഴുതിയാൻ പോരാ, യാത്രക്കാർ എന്ന് പ്രത്യേകം എഴുതണം.
ഞാൻ ചോദിക്കുന്നു, എന്താ അപ്പൊ നിങ്ങൾക്ക് യാത്രക്കാരികൾ റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങൾ യാത്ര ചെയ്തിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ പള്ളിന്റെ ചെരുവില് മുസല്ലൻ നിസാഉൽ മുസാഫിറാത്തുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ മുജാഹിദികളുടെ ദഅവത്തിന്റെ സ്വാധീനം ജനങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോ നിങ്ങളും മാറുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മാറട്ടെ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായിരുന്നു, ഹിന്ദി നരകത്തിലെ ഭാഷയെന്ന് മാലയിലുണ്ട് കേട്ടോ, ഹിന്ദി. പക്ഷെ ഇംഗ്ലീഷിനെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അത് നരകത്തിലെ ഭാഷയാണ്. തലശ്ശേരിയിൽ മായൻ എന്ന് പറയുന്ന ഒരാൾ തന്റെ പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയച്ചപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്ലിയാക്കന്മാർ കാഫിർ മായ എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാ. പക്ഷെ ഇന്നിപ്പോ എന്താണ് പറയുക, JP സമസ്തന്റെ ഇതിന്റെ പേരെന്താ, സമസ്ത എന്തോ ഇംഗ്ലീഷിലെ പേരെന്നെ, സമസ്തന്റെ നൂറ്റാണ്ടിന്റെ ആഘോഷത്തിന്റെ പേരിന് ഇംഗ്ലീഷ് SYS SSF SKSS ആയിക്കോട്ടെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോളി ഒക്കെ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കാൻ കാരണക്കാർ മുജാഹിദീങ്ങളാ. ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരുന്നു. ഇങ്ങനെ എന്നെ ഈ മുസ്ലിം സമുദായത്തെ പ്രകോട്ടി പിടിച്ചു വലിച്ചു. പക്ഷേ തൗഹീദിന്റെ വിഷയത്തിൽ മാത്രം മാറ്റല്ല. സാധാരണക്കാർ ചിന്തിച്ചോളി, ഇതൊക്കെ നിങ്ങൾ മാറിയില്ലേ? മദ്രസ മാറി, ഖുത്ബന്റെ എല്ലാം മാറി വന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ തൗഹീദിൽ ഇപ്പൊ ചില മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മാറും, ഇൻഷാ അല്ലാഹ് മാറും, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ ചിന്തിച്ചോളി. വഹാബിയുടെ പ്രസംഗം കേട്ട് പിന്നെ എന്താ പറയാ, അത് നരകത്തിക്കുള്ളതാണ് കേട്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മുജാഹിദുകൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്ന കാലം വിദൂരമല്ല. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ ഖബറിലെത്തിയിട്ടുണ്ടാവും. ആ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഒരു പക്ഷേ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവുകയില്ല. അന്ന് നിങ്ങൾക്ക് തൗഹീദ് ഇല്ലാതെ മരിച്ചു പോകുന്ന ദുർദിഗതി നിങ്ങൾക്കുണ്ടാകും. അതിന് മുമ്പ് മുജാഹിദുകൾ പറഞ്ഞു കേട്ടോളി. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, മുദബ്ബിറുൽ ആലമെന്ന് CM മടവൂരിനെ പറ്റി പറയാൻ പറ്റൂല. ഒരു വിഭാഗം പറയാണ് അങ്ങനെ പറയാൻ പറ്റൂല. മാത്രമല്ല CM മടവൂര് പടച്ചോനാന്ന് പറഞ്ഞ് പാട്ടിറക്കി. ഇവിടെ ആരാ പടച്ചോൻ? മടവൂർ എന്നെ പടച്ചോൻ. എവിടെത്തി? അപ്പൊ അതിനെതിരെ മുജാഹിദികൾ മാത്രമല്ല, സമസ്തന്റെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ രംഗപ്രവേശം ചെയ്തിട്ട് വരുന്നുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, മാറി എവിടെത്തി ചോദിച്ചാൽ എന്റെ കയ്യിലുള്ളത് സമസ്ത കേരള ജമിയത്തുൽ പറഞ്ഞിട്ട് അവിടെ പണ്ഡിതന്മാർക്ക് മാത്രം, AP സമസ്ത ഓല ആലിമ്യങ്ങൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയൊരു നോട്ടത്. ആ നോട്ടിൽ ഇത് മുജാഹിദികൾ തയ്യാറാക്കിയതല്ലോ, ഇത് കണ്ട മുജാഹിദ് തയ്യാറാക്കിയതെന്ന് തോന്നുക. പക്ഷെ മുജാഹിദികൾ പറഞ്ഞെടുത്ത് നിങ്ങൾ എത്തിത്തുടങ്ങി. AP സമസ്ത എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ഇതാ പറയാ, നമ്മൾ സാധാരണ ഇവിടെ പറയില്ല വെച്ചാലും പിന്നെ ഇപ്പൊ ഒരാൾ കണ്ട് മരിച്ചാൽ പിന്നെ കറാമത്തിന്റെ ഉരുൾപൊട്ടലേക്കാറ്. എന്തൊക്കെ കറാമത്ത് കഴിഞ്ഞിപ്പോ കാന്തപുരം മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കറാമത്തൊക്കെ ചിലപ്പോൾ പുസ്തകമൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം CM മടവൂരിനെ പറ്റി പറഞ്ഞെന്താ, CM മടവൂരെങ്ങാനും കണ്ണു ചെമ്മിയാൽ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിയിടിച്ചു പോകും. CM മടവൂരാണ് ആ ഖബറിൽ കടന്നുകൊണ്ട് CM മടവൂരാണ് ലോകത്തിന്റെ ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നത്. അത് പറഞ്ഞ പകര ഹസനിയുടെ നാട്ടിൽ ചെന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പകര ഹസനി ഇത് പറയാൻ പാടില്ല, കുഫറാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അധികാരമാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ പടച്ചോനാണ്. അത് പ്ലേറ്റ് ആണെങ്കിലും മനുഷ്യനാണെങ്കിലും CM മടവൂരിനാണെങ്കിലും ആരാണെങ്കിലും. എന്നാൽ സമസ്തക്കാര് കൊടുത്ത നോട്ടിൽ എന്താ പറയുന്നറിയോ, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവി അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ഇത് മുജാഹിദിന്റെ നോട്ടല്ല, AP സമസ്തയുടെ നോട്ടാട്ടോ. സർവ്വസൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ സർവ്വസൃഷ്ടികളെ നിയന്ത്രിക്കുന്നത് പറയാൻ പാടില്ല. ഇതിന്റെ ഒരു വൈപരീതം എന്താ ചോദിച്ചാൽ, ഇതിൽ ഉള്ള ഒരാളെന്താ വെച്ചാൽ ജനറൽ സെക്രട്ടറി കാന്തപുരം AP മുക്ക് മുസ്ലിയാർ. കാന്തപുരം AP മുക്ക് മുസ്ലിയാർ എഴുതിയ നോട്ടാണിത്. അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് ഇറക്കിയ നോട്ടാണ്, അയാൾ ഇഷ്ടപ്പെടില്ല നോട്ടാണ്. പക്ഷെ അയാൾ തന്നെ ഒരു പുസ്തകത്തിൽ പറയാണ് മുദബ്ബിറുൽ ആലം CM മടവൂരാണ്. ഈ കൊടുത്ത നോട്ടിൽ പറയാണ്, പണ്ഡിതന്മാർ പറയാണ് അങ്ങനെ മുദബ്ബിറുൽ ആലം CM മടവൂർ എന്ന് പറയാൻ പാടില്ല. ഇനി കേട്ടോ, പ്ലെയിനുകൾ മുഴുവനും ഒരു വലിയ കണ്ണ് ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും. അതുകൊണ്ട് അതൊന്നും ഉണ്ടാൻ പാടില്ല. പ്ലേറ്റുകൾ കൂട്ടിയെടുക്കുന്നു പറയാൻ പാടില്ല. അതൊന്നും സാധാരണക്കാരോട്. ഇനി കേട്ടോ, എല്ലാ സത്യവും എല്ലാവരോടും പറയാനുള്ളതല്ല. മുജാഹിദികളുടെ ദഅവത്ത് ചെന്നപ്പോ സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങി, അല്ല ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ പറയാണ്, എല്ലാ സത്യവും എല്ലാവരോടും പറയാൻ പറ്റൂല. കറാമത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മൂടി വെക്കണം. ഇനി കേട്ടോളി, ഇതിന്റെ അവസാനത്തിൽ പറയാണ്, മഹാന്മാർ അറിയാതെ അള്ളാഹു ഒന്നും പ്രവർത്തിക്കുകയില്ല തുടങ്ങിയ വാചകങ്ങൾ പറഞ്ഞു പുകഴ്ത്താൻ പാടില്ല.
കാന്തപുര ഉസ്താദെ അറിയാതെ ഇവിടെ കേരളത്തിൽ നിന്നും നടക്കൂലെന്ന് ഒരു ഉസ്താദ് പറഞ്ഞില്ലേ? ആ ഉസ്താദിന്റെ ടീമിൽപ്പെട്ട ആൾക്കാരെ പറയാണ് അങ്ങനൊന്നും പറയാൻ പാടില്ല. അത് മുജാഹിദീങ്ങൾ ആദ്യം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പറയാണ്. അൽഹംദുലില്ലാ, അവിടെ വരട്ടെ. ഇനി മാത്രമല്ല, ഈ അവസാനം പറഞ്ഞെന്താ അറിയോ? അവസാനം പറഞ്ഞ് ഇതിന്റെ അവസാനത്തെ പേജിൽ കാണാം, കറാമത്ത് എല്ലാ കറാമത്തൊന്നും പറയാൻ പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുത സംഭവം കാണുമ്പോഴേക്കും കറാമത്താന്ന് പറഞ്ഞ് ചാടണ്ടാന്ന്. സാധാരണക്കാർ ചോദിക്കുന്നത്, നിങ്ങളെ മുജാഹിദീങ്ങൾക്ക് എന്താ കറാമത്തൊന്നും ഇല്ലാത്ത? നമ്മൾ ഉസ്താദ്മാർക്കൊക്കെ എത്രങ്ങോനും കറാമത്തുണ്ട്, നിങ്ങളെ ഉസ്താദ്മാർക്ക് ഒരു കറാമത്തുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാണി. അപ്പൊ സാധാരണക്കാർ ചിന്തിക്കും, അത് ശരി തന്നെ കേട്ടോ, നമ്മൾ ഉസ്താദ്മാർക്ക് എത്ര കറാമത്തുണ്ട്. വലിയ 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 കിതാബ് കറാമത്തിന്റെ പുസ്തകങ്ങൾ മാത്രം രചിക്കപ്പെട്ട കള്ള കറാമത്തുകൾ എമ്പാടുണ്ട്. എന്നാൽ മുജാഹിദീങ്ങൾക്ക് കറാമത്തിന്റെ കിതാബില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അങ്ങനത്തെ കറാമത്തിന്റെ കിതാബ് ഈ മുജാഹിദീങ്ങൾക്ക് ആവശ്യമില്ല. ഇബ്നു അബിൽ അസീസ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി അഖീദത്തു തഹാവിക്ക് രചിച്ച സുപ്രസിദ്ധമായ ഒരു അഖീദന്റെ കിതാബുണ്ട്. അഖീദന്റെ കിതാബിൽ ഈ കറാമത്തിന്റെ ബാബു വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞറിയോ, കറാമത്ത് ഇല്ലാതിരിക്കലാണ് നല്ലത്. കറാമത്ത് ഇല്ലാതിരിക്കലാണ് ഒരു മുഅ്മിന് നല്ലത്. കാരണം കറാമത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കറാമത്ത് ഇല്ലാത്ത ഔലിയാക്കന്മാരാണ്, കറാമത്ത് ഇല്ലാത്ത ഔലിയാക്കന്മാർ, അവർ ഔലിയാക്കന്മാരല്ല എന്ന് പറയാൻ പറ്റൂല. ഇനി കേട്ടോളി, എന്താണ് സമസ്തക്കാര് കൊടുത്ത ഒരു ഹെഡിങ് കേട്ടത്? മുജാഹിദിന്റെ ഹെഡിങ് കേട്ടോ, തഹദീറുൽ ആമ്മ അൻ ഇഅ്തിഖാദി ലിമൻ വഖഅ ലഹു ഖർഖുൽ ആദ അന്നഹു മിനൽ ഔലിയാഇ ബിദൂനിൽ ഇസ്തിഖാമ. അതിന്റെ അർത്ഥം അറിയോ? ദീനിന്റെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ആള്, അയാൾക്ക് എന്തെങ്കിലും അത്ഭുതം കാണുമ്പോഴേക്കും അയാളൊക്കെ അള്ളാന്റെ വലിയാന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ എത്തിപ്പോ ഏതെങ്കിലും അത്ഭുത സംഭവം കാണുമ്പോഴേക്കും അതൊന്നും അള്ളാഹുന്റെ ഔലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കറാമത്ത് പറയാൻ നിൽക്കണ്ട. എന്നിട്ട് ഇബ്നു ഹജറിന് കൗല് കൊടുക്കണം, അന്നല്ലദി ഇസ്തഖറ ഇൻദൽ ആമത്തി, ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമുണ്ട്, അന്ന ഖർഖൽ ആദത്തി, ഒരാളിൽ സംഭവിക്കുന്ന അത്ഭുത കാര്യങ്ങൾ, യദുല്ലു അലാ അന്ന മൻ വഖഅലഹു ദാലിക മിൻ ഔലിയാഇല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാർക്കാണ് ഇങ്ങനെ അത്ഭുത സംഭവങ്ങൾ കാണുമ്പോഴേക്കും അയാളൊക്കെ അള്ളാഹുവിന്റെ വലിയാന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇനി കേട്ടോ, ഫൈനൽ ഖാരിക, ഈ അത്ഭുത സംഭവങ്ങൾ ഖദ് യദ്ഹുറു അലാ യദിൽ മുബ്തിലി, പഴച്ച ആളുകളിൽ നിന്നും ചിലപ്പോൾ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകാം. മിൻ സാഹിരിൻ വ കാഹിനിൻ വ റാഹിബിൻ, പുരോഹിതന്മാരിൽ നിന്നും ജ്യോത്സ്യന്മാരിൽ നിന്നും അതുപോലെ പഠിക്കന്മാരിൽ നിന്നും. ഫയഹ്താജു മയസ്തദില്ലു ബിദാലിക അലാ വിലാത്തി ഔലിയാഇല്ലാഹി തആല, ഇയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് തെളിവ് വേണം. ഇലാ ഫാരിഖിൻ, അയാൾ അള്ളാന്റെ വലിയാണോ അതല്ല ശൈത്താന്റെ വലിയാണോ എന്ന് മനസ്സിലാക്കാൻ തെളിവ് വേണം. മാത്രമല്ല അത് മനസ്സിലാക്കാനുള്ള തെളിവെന്താണ്? അത് സംഭവിച്ച വ്യക്തികൾ അയാൾ പരീക്ഷിക്കണം. ദീനിന്റെ കാര്യങ്ങളിൽ അയാൾ ഉറച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ അള്ളാന്റെ വലിയായിരിക്കും. എന്നാൽ വന്നവാഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ അവൻ അള്ളാന്റെ വലിയായിരിക്കും. കാനദാലിക അലാമത്ത വിലായത്തിഹി വമൻ ലാ, ഇനി അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാത്ത, സിയമടവരെ പോലെ നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, നോമ്പ് നോറ്റവനെ ഓർപ്പിക്കുന്ന, പിന്നെ റമദാനിൽ നോമ്പ് നോറ്റവർക്ക് വെള്ളം കൊടുക്കുന്ന, സ്വർണ്ണമുദൻ ധരിച്ച, പിന്നെ മൂത്രമൊഴിച്ചാൽ പോലും കഴുകുന്നവരല്ല എന്ന് പഠിപ്പിച്ച അത്തരം ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയല്ല, അത് ശൈത്താന്റെ വലിയാകുന്നു.